സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടാകട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടാകട്ടെ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഈ 3 മണി സമയത്ത് കർത്താവേ, മനുഷ്യവംശത്തിൻ്റെ മേൽ കൃപ ചൊരിഞ്ഞ സമയമാണ്. അധികമായി നിന്റെ മഹാകരുണ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ സമയം. കർത്താവേ, ഈ നിമിഷം ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്കും ലോകം മുഴുവനിലേക്കും കർത്താവേ നിന്റെ കൃപ ലഭിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അഭയം പ്രാപിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് വലിയ ബോധ്യത്തോടെ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവേ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളിയുടെയും യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പാപമാലിന്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകി കർത്താവെ വിശുദ്ധീകരിക്കണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ അനന്തമായ മഹാകരുണ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ലോകം മുഴുവനിലും പ്രത്യേകമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ കരുണ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ മേഖലകളും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി ലഭിക്കുവാനായിട്ട് ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മനസ്സിലെ ആ ഒരു വലിയ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് തുണയായി പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സിലെ വലിയ ഒരു സ്വപ്നമാണ് അവിടെ സാക്ഷാത്കരിക്കുക. കുടുംബമെന്ന ആ ഒരു വലിയ സങ്കല്പം ദൈവം അത് രൂപവൽക്കരിക്കുമ്പോൾ അതിലൂടെ ദൈവം തൻ്റെ ആ ഒരു വലിയ സ്നേഹം ഇന്നും ലോകത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മാനുഷികമായ ബലഹീനതകളും പോരായ്മകളും ഒക്കെ മൂലം പലപ്പോഴും ഒത്തിരിയേറെ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വീണ്ടും അത് തിരികെ പിടിക്കുവാനും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ടും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 34-ാമത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം പറയുന്നു: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവേലിയിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ശക്തമായി സംരക്ഷിക്കുന്നു എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവിൽ പൂർണ്ണമായി നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ആശ്രയം വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളുമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നൊക്കെ നമ്മൾ ശഠ്യം പിടിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ വ്യക്തികളെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ
തൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പൂർണ്ണമായി സമർപ്പിക്കുവാനാണ് സാധിച്ചു. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഇതുപോലെ ദൈവം തൻ്റെ ജീവിതത്തിൽ കാരുണ്യം കാണിച്ചു എന്നോർത്ത് അതിയായി സന്തോഷിക്കുന്ന എലിസബത്തിനെ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നിറയും. ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ പ്രകാരം ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഹിതത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമ്മതം പറഞ്ഞുകൊണ്ട് നിശബ്ദനായി തൻ്റെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുക. പിന്നീട് നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് കർത്താവിൻ്റെ കാരുണ്യം ധാരാളമായി ലഭിക്കുവാനായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വലിയ ബോധ്യം എന്നത് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, എന്തുമാത്രം കഷ്ടതകളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്, എന്തുമാത്രം വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒറ്റപ്പെടലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥകളിലൂടെയാണ്. അവിടെയൊക്കെ താങ്ങായി തണലായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. ഈശോയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ലഭിച്ച മറ്റൊരു അപരനാമമാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ആ ഒരു നാമത്തിൻ്റെ ഉടയവനാണ്. ആ നാമത്തിലൂടെ ദൈവം മനുഷ്യവംശത്തോട് പറയുന്ന കാര്യം, ഞാൻ നിൻ്റെ കൂടെ വസിക്കുന്നവനാണ്. നിന്നെ ഉപേക്ഷിച്ച് നിൻ്റെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതോ അല്ലെങ്കിൽ ദൂരെ മാറിയിരുന്ന് എൻ്റെ സാഹചര്യം നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ട് വിഷമിക്കുന്നവനോ അല്ല ഞാൻ, മറിച്ച് നിന്റെ കൂടെ നടന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവിക സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കും. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്, കർത്താവ് എൻ്റെ ജീവിതത്തെ ഇത്ര ശക്തമായി കടാക്ഷിക്കുന്നു എന്നുള്ളത്. അവിടെ നമുക്ക് പറയാൻ പറ്റും, കർത്താവേ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് അങ്ങയുടെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ പെരുമഴ പോലെ പെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു വലിയ തിരിച്ചറിവുണ്ടാകുമ്പോൾ എലിസബത്തിനെ പോലെയും പരിശുദ്ധ അമ്മയെപ്പോലെയും ഔസേപ്പ് പിതാവിനെ പോലെയും ദൈവിക കൃപയിൽ സന്തോഷിക്കുവാനും സന്തോഷത്തിൻ്റെ സ്തുതിയുടെ ഒരു വലിയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളും പോരായ്മകളുമൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുകയാണ്. ഈശോ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ബലഹീനത ഒരു കുറവായിട്ട് നീ കണക്കാക്കാതെ അത് എന്നെ സ്നേഹിക്കുന്നതിനൊരു തടസ്സമായിട്ട് നിൽക്കാതിരിക്കട്ടെ. കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ തന്നെ ശ്രവിക്കുന്നവരോട് പറയുന്നത്, ഒത്തിരിയേറെ കുറവുകളുള്ളവർ, ഏറ്റവും വലിയ പാപിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വയം അഭിസംബോധന ചെയ്യുന്നത്. അവിടെയൊക്കെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ കഴിവല്ല, മറിച്ച് ദൈവം എൻ്റെ മേൽ ഇത്രമാത്രം സ്നേഹം ചൊരിഞ്ഞു, ഇത്രമാത്രം കരുണ കാണിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയാനും കർത്താവിൻ്റെ കാരുണ്യം ഓരോ നിമിഷം അനുഭവിക്കുമ്പോഴും ആ കാരുണ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ഒരു പ്രാക്ടീസായിരുന്നു കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും കുടുംബം ഒന്നാകെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത്, കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നേ ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടിയത് കർത്താവിൻ്റെ ഒരു വലിയ കാരുണ്യമായി കണ്ടുകൊണ്ട്, കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാറ്റിനും നന്ദി. ഇത് പറയാനായിട്ട് അവർക്ക് സാധിച്ചു.
ഈ ഒരു പ്രാർത്ഥനാ അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടമാകാതിരിക്കാനും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കാനുമായിട്ട് ഇന്ന് ദിവസം നമുക്ക് പരിശ്രമിക്കാം. ഒരു നല്ല തീരുമാനമെടുക്കാം. വീണ്ടും കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ച് ആ അനുഭവത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ദിവ്യകാരുണ്യനാഥൻ സ്നേഹമായി നമ്മുടെ കൂടെയായിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. കരുണയുടെ ജപമാലയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നതും പ്രഘോഷിക്കുന്നതുമായ കാര്യം, കർത്താവേ, നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് അഭയം പ്രാപിക്കുവാൻ നമ്മുടെ വേദനകളിലും നൊമ്പരങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തമായി വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ നമുക്ക് അഭയം പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. ഓടിച്ചെല്ലുവാൻ കർത്താവ് നമുക്കുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം. ആ ഒരു വലിയ ബോധ്യത്തോടെ നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മനസ്സിലെ വലിയ സങ്കല്പത്തിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളിയും മക്കളോടുമൊക്കെയുള്ള പരസ്പരമുള്ള സ്നേഹം, കുടുംബത്തിലെ സന്തോഷം, സമാധാനം, ശാന്തി, ഇതൊക്കെ കൈമോശം വന്നുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതൊക്കെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ശക്തി തരണമേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നു കൊണ്ട് കുടുംബത്തിൻ്റെ ആ ഒരു സന്തോഷവും ശാന്തിയും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അനുതാപത്തോടെ നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഇത്രമാത്രം കരുണയോടെ നമ്മളെ കടാക്ഷിക്കുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം നമ്മൾ അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളെയും പാപാവസ്ഥകളെയും പാപ സാഹചര്യങ്ങളെയും എല്ലാം വെറുത്തുപേക്ഷിച്ച് വീണ്ടും വിശുദ്ധിയോടെ, ഹൃദയവിശുദ്ധിയോടെ, ജീവിത വിശുദ്ധിയോടെ, നൈർമല്യത്തോടെ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സമീപിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കാം. കുടുംബത്തെയും ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും മക്കളെക്കുറിച്ചുള്ള അവരുടെ ഭാവജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ജോലി മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, കടബാധ്യതകൾ, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. കർത്താവ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.